കേന്ദ്ര അന്വേഷണ ഏജൻസി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തെയും ചോദ്യം ചെയ്തത് സ്വാഭാവികമാണെന്നും എന്നാൽ കോൺഗ്രസ് നേതാക്കളെ ഇഡി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഗതം ചെയ്യുകയും ഇപ്പോൾ അവർ ഇഡിക്കെതിരെ ഹാലിയിളകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് എംഎൽഎ അബിൻ വർക്കി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഇഡി അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തത് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീലെന്നാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും കോന്നി MLA-യുമായ കെ ജനീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ആറന്മുളയുടെ MLA അഡ്വക്കേറ്റ് അബിൻ വർക്കി കൂടിയായിട്ടാണ്. MLA, എങ്ങനെയാണ് ഈ വിഷയത്തിലുള്ള CPM-ന്റെ പ്രതികരണം? ഒന്നാമത്തെ കാര്യം, ഇഡി തുടർച്ചയായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുടെയും ഓഫീസും അതിന്റെ ഇടപാടുകളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിൽ അന്വേഷണം നടത്തണം എന്നുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ മകള് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിഷയങ്ങൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് അനധികൃതമായി ഫണ്ട് മേടിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണമെന്നുള്ളത് കാലങ്ങളായി ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ MLA-മാർ ആ സമരമുഖത്തുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇഡി അങ്ങനെ ഒരു റെയ്ഡുമായി വന്നത്. ഏതായാലും ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ഇത് റെയ്ഡ് നടത്തുകയും കാലങ്ങളായി അവർ നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയെയും മകളെയും ഒക്കെ ചുറ്റിപ്പറ്റുന്ന കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ റെയ്ഡ് നടത്തുമ്പോൾ ഇവിടെ ആഘോഷ തിമിർപ്പുണ്ടാക്കുന്ന CPM ഇപ്പൊ എന്തിനാണ് ഇത്ര വലിയ സമരം ചെയ്യുന്നതെന്ന് അവർ സ്വയം പരിശോധന നടത്തിയാൽ മതി. ശ്രീ പിണറായി വിജയൻ എന്തിനാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ചു മേടിച്ചതെന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം ഒരു സാധാരണക്കാരനായ പിണറായി വിജയനെ ഏത് സമയത്ത് വേണമെങ്കിലും ഇടിക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ചില ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോറ്റമ്പി ഈ നാട് മുഴുവൻ, ജനങ്ങൾ മുഴുവൻ തോൽപ്പിച്ച ഒരു മുഖ്യമന്ത്രിയെ വീണ്ടും പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ അവരോധിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ CPM-ന്റെ ഒരു ഗതികേട് മാത്രമാണ്. ഇത്രയും തോറ്റ് അമ്പി ഈ നാട്ടിൽ ഇത്രയും ജനവിരുദ്ധനായി നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും റോട്ടിൽ ഇറങ്ങാനും പോകുന്നത് CPM-ന്റെ അപജയമാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ചെയ്ത കുറ്റകൃത്യങ്ങളും പിണറായി വിജയൻ ചെയ്ത അഴിമതികളും പുറത്തു വരേണ്ടതുണ്ട്. അത് CPM സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് CPM ഇടേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി കേന്ദ്രവുമായി ഒത്തൊരുമിച്ച് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയത്. ഇപ്പോൾ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ED-യുമായി അതൊരു മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ചകൾ നടത്തുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിയാണ്. ശ്രീ പിണറായി വിജയൻ എത്രയോ പ്രാവശ്യം ശ്രീ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ വിവിധ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതൊരു മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്താൽ അദ്ദേഹം UK ചെയർപേഴ്സണായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ കാണാൻ പോയതാണ്. ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ. സ്വാഭാവികമാണ് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവും. പിന്നെ അതിൽ ഈ മൂന്നാം ദിവസം ED-യെ വിളിച്ചുകൊണ്ടുവന്നൊക്കെ പറഞ്ഞാൽ CPM-ന് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ ന്യായീകരണ ക്യാപ്സ്യൂൾ എന്നതിനപ്പുറമായിട്ട് മറ്റൊന്നും പറയാനില്ല. മണ്ഡലങ്ങളിലെ വിവിധ സ്വീകരണ പരിപാടികൾ ഏറ്റുവാങ്ങി എന്താണ് വോട്ടർമാരോട് പറയുന്നത്? തീർച്ചയായിട്ടും വോട്ടർമാരോട് നന്ദി പറയുകയാണ്. ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിപ്പിച്ചതിൽ അവരുടെ പ്രാർത്ഥനയും പ്രവർത്തനവും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് വോട്ടർമാരോട് നന്ദി പറയുന്നു. രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ അവരുടെ ഒരു ജനപ്രതിനിധിയായി അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പും കൊടുക്കുന്നു. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം J, പത്തനംതിട്ട.